നമസ്കാരം. ജെഎം ടോക്സിലേക്ക് സ്വാഗതം. വീട് മനുഷ്യ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരിടമാണ്. ഭക്ഷണവും വസ്ത്രവും കഴിഞ്ഞാൽ മനുഷ്യന് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി വീടാണ്. സംസ്ഥാന സർക്കാർ തന്നെ ലൈഫ് പദ്ധതിയുടെ ഭാഗമായിട്ട് എത്രയോ വീടുകൾ നിർമ്മിച്ചു കൊടുക്കും. ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കയില് ഒരു ഭവന പദ്ധതി തന്നെ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെയൊക്കെ പ്രശംസിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഒരാളോട് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് പറയുമ്പോൾ ആരായിക്കോട്ടെ, പൊതുജനങ്ങളായിക്കോട്ടെ, ശ്രോതാക്കളായിക്കോട്ടെ, അണികളിൽ നിന്നായിക്കോട്ടെ, പെട്ടെന്ന് ഒരു ചോദ്യം ഉയരുമ്പോൾ ആ ചോദ്യത്തോട് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് പറയുമ്പോൾ അവിടെ വീടിന്റെ അർത്ഥം മറ്റൊന്നായി, അതിന്റെ അന്തരാർത്ഥങ്ങൾ വേറെയായി മാറി. ഇതേ സാഹചര്യത്തിൽ തന്നെ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു മുഖ്യമന്ത്രി ഒരു വീടിനുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയ ഒരു പരാമർശനം കൂടി ഓർക്കുന്നത് നല്ലതാണ്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കോഴിക്കോട്ട് ഒരു സ്കൂളിലെ ഒരു ചടങ്ങിൽ പങ്കെടുത്ത് ഇറങ്ങി വരുന്ന വഴിക്ക് ജനക്കൂട്ടത്തിനിടയിൽ പിന്നിൽ നിന്നൊരു വിളി കേട്ടു. ഉമ്മൻചാണ്ടി. ഒരു കൊച്ചുകുട്ടിയാണ് വിളിക്കുന്നത്. പക്ഷെ ഉമ്മൻചാണ്ടി സുഹൃതനായില്ല. കേരളത്തിന് മുഖ്യമന്ത്രിയാണ് ഈ പേര് ചൊല്ലി വിളിക്കുന്നതെന്നുള്ളതിനെ കുറിച്ച് അദ്ദേഹത്തിന് വിഷമമുണ്ടായില്ല. അദ്ദേഹം തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു പെൺകുട്ടിയാണ്, 7 8 വയസ്സുള്ള പെൺകുട്ടിയാണ് ഉമ്മൻചാണ്ടി എന്ന് വിളിച്ചത്. അദ്ദേഹം ആ കുട്ടിയെ അടുത്ത് വിളിച്ചിട്ട് ആ കുട്ടിയോട് പേരെന്താന്ന് ചോദിച്ചു. എന്തിനാ വിളിച്ചതെന്ന് ചോദിച്ചു. ആ കുട്ടി പറഞ്ഞു, എൻ്റെ ക്ലാസ്സിലെ എൻ്റെ സഹപാഠിയായിട്ടുള്ള ഒരു കുട്ടിക്ക് വീടില്ല. ആ കുട്ടി വളരെ കഷ്ടപ്പെട്ട് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. വീട്ടിലെ സൗകര്യങ്ങളൊക്കെ വളരെ കുറവാണ്. മുഖ്യമന്ത്രി എൻ്റെ കൂട്ടുകാരൻ ഒരു വീടുണ്ടാക്കി കൊടുക്കണമെന്ന്. ഒരു കുട്ടിയാണ് പറഞ്ഞതെന്ന് കണ്ട് അദ്ദേഹം അത് ചിരിച്ചു തള്ളിയില്ല. അദ്ദേഹം അത് ഗൗരവത്തിലെടുത്തു. തിരുവനന്തപുരത്ത് വന്ന ഉടനെ തന്നെ ആ വീട് നിർമ്മിക്കാനുള്ള ഏർപ്പാട് ചെയ്തു. അധികം വൈകാതെ ആ വീട് നിർമ്മിച്ചു. ആ വീട് ആ കുട്ടി കൈമാറി. അമ്പലപ്പുഴയിലെ ഒരു CPM-നെ സംബന്ധിച്ച് വളരെ സുപ്രധാനമായ പദവിയിലിരുന്ന കളങ്കമേശാത്ത അങ്ങേയറ്റത്തെ സത്യസന്ധമായ നിലപാടുകളുള്ള ഒരു രാഷ്ട്രീയ നേതാവിനോട് അദ്ദേഹം പാർട്ടി വിട്ടു എന്നതിന്റെ പേരിൽ ചെറ്റത്തരമെന്ന് വിളിച്ചപ്പോഴും അവിടെയും വീട് തന്നെയാണ് പരാമർശ വിഷയമായത്. ചെറ്റത്തരമെന്ന് പറഞ്ഞാൽ ചെറ്റയിൽ ജീവിക്കുന്നവരുടെ തരമെന്നാണ്. പക്ഷെ ചെറ്റ കുടിലാണ് താൻ ജനിച്ചത് എന്നുള്ളത് കൊണ്ട് തനിക്ക് അതിൽ അഭിമാനമാണെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീ G. സുധാകരൻ അതിനെ വളരെ സന്തോഷപൂർവ്വം സ്വീകരിക്കുകയാണ് ചെയ്തത്. ഞാൻ ചെറ്റക്കുടിലാണ് ജനിച്ചതെന്നുള്ളൊരു പേരിൽ എനിക്ക് അഭിമാനമുള്ളൂ. അവിടെ ഞാൻ പഠിച്ചത് ചെറ്റത്തരമാണെന്ന് കാണുന്നെങ്കിൽ അതിനെ ഞാൻ അങ്ങനെ തന്നെ പുച്ഛിച്ചതാണ്. പക്ഷേ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നത് ചെറ്റക്കുടലുകളുടെയാണ് എന്നുള്ള കാര്യം മുഖ്യമന്ത്രി മറന്നുപോയത് സങ്കടകരമാണ് എന്ന് കൂടി അദ്ദേഹം പറയും. ഈ സുധാകരൻ അവിടെ നിർത്തുന്നില്ല. അദ്ദേഹം 1 2 കാര്യം കൂടെ പറഞ്ഞു. മുഖ്യമന്ത്രി ഓരോ സമയത്ത് അദ്ദേഹത്തിന് വായി തോന്നുന്ന വാക്കുകൾ പറയുമ്പോൾ അദ്ദേഹം ജനങ്ങളിൽ നിന്ന് എത്രമാത്രം അകന്നു പോകുന്നു എന്ന് അദ്ദേഹം ചിന്തിക്കണം. പരനാറി എന്ന ഒരു നേതാവിനെ വിളിച്ചപ്പോൾ, ക്ഷുദ്രജീവി എന്ന ഒരു സമുദായ നേതാവിനെ വിളിച്ചു എന്ന് മാത്രമല്ല ഒരിക്കലും അത് തിരുത്തിയിട്ടുമില്ല. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഭരണാധികാരി എത്രമാത്രം മൃദു വാക്കുകളിലൂടെ ചാനലുകളുടെ മുന്നിലിരുന്ന് ഇന്റർവ്യൂ കൊടുത്താലും അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള യഥാർത്ഥ ആ ഒരു സ്വഭാവം, രാഷ്ട്രീയം, മാടമ്പിത്തരം പെട്ടെന്ന് പുറത്തു വരുന്നു എന്നുള്ളൊരു തെളിവാണ് ഈ വീട്ടിൽ പോയി പറയുക എന്ന് പറഞ്ഞത് എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ നേതാക്കൾ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പദവിയിലൊക്കെ ഇരിക്കുന്ന നേതാക്കൾ, അവരുടെ ഭാഷ, അവരുടെ വാക്കുകൾ എത്രമാത്രം സൂക്ഷിച്ച് പ്രയോഗിക്കണം എന്ന് മാത്രമല്ല, ശ്രീ പിണറായി വിജയൻ വളരെ അളന്നു നോക്കി സംസാരിക്കുന്ന ആളാണ്. അദ്ദേഹം ഒരു വാക്ക് പോലും ചിന്തിക്കാതെ പറയുന്ന ആളല്ല. അപ്പൊ അദ്ദേഹം അത് തിരഞ്ഞെടുത്ത് തന്നെ പറഞ്ഞതാണ് എന്ന് വേണം കരുതാനായിട്ട്. പക്ഷേ ഇത് നൽകുന്ന സന്ദേശം എന്താണ്? ഏറ്റവും മാന്യമായ രീതിയിൽ സംസാരിക്കാനും, ഏത് പാർട്ടി വിട്ടു പോകുന്ന ആളാണെങ്കിലും അദ്ദേഹം മൊത്തത്തിൽ ഈ സമൂഹത്തിന് നൽകിയ സംഭാവനകളുടെ പേരിലെങ്കിലും അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കുറെ കൂടി മാന്യമായ ഭാഷ സംസാരിക്കാനും തയ്യാറായിരുന്നെങ്കിൽ ഒരുപക്ഷെ സുധാകരന് ഇത്രത്തോളം അംഗീകാരം കിട്ടുമായിരുന്നില്ല എന്ന് കമ്മ്യൂണിസ്റ്റുകാരെങ്കിലും വിചാരിക്കുന്നു.